പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾക്ക് കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2024-25 അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനം ഒട്ടാകെ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധനയുടെ ഭാഗമായിട്ട് മൺസൂൺ ചെക്കപ്പ്, അതിൻ്റെ വാഹനത്തിൻ്റെ യന്ത്രഭാഗങ്ങളുടെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഡോക്യുമെൻ്റ് സൈഡ്, അതുപോലെ ഡ്രൈവേഴ്സിനുള്ള പരിശീലനം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വാഹന ഉപയോഗത്തിൽ അധികവും സംഭവിക്കുന്നത് മാൻ മെഷീൻ കോമ്പിനേഷൻ എന്നുള്ളതിൽ ഒന്നുകിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയിലുള്ള അപാകതകൾ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് വാഹനത്തിൻ്റെ എന്തെങ്കിലും തകരാറുകൾ കൊണ്ടോ മെക്കാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അപകടങ്ങൾ സംഭവിക്കാം. ഇത് രണ്ടും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ എങ്ങനെ വാഹനം ഉപയോഗിക്കണം എന്നുള്ളത് ഡ്രൈവർമാർക്ക് പ്രത്യേകമായ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, ടയർ മുതൽ വാഹനത്തിൻ്റെ ബമ്പർ ടു ബമ്പർ എന്തൊക്കെ തകരാറുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്, അതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് അതിലെ സ്പീഡ് ഗവർണർ, അതുപോലെ ട്രാക്കിംഗ് ഡിവൈസ്, ഡോറുകൾ, സീറ്റ്, പ്ലാറ്റ്ഫോം, അതിലെ റാക്കുകൾ എല്ലാം, അതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തനക്ഷമമാണോ, അതിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ, ഈ ഓടിക്കുന്ന മെക്കാനിക്കലായിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട്. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പൊതുജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുന്നതിനുള്ള ഫോൺ നമ്പറുകൾ അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കപ്പെടുകയുണ്ട്. 29-ന് മൂന്നാർ, മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ച് നടത്തും. ദേവികുളം താലൂക്ക് പരിധിയിൽ മാത്രം 100-നടുത്ത് വാഹനങ്ങൾ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണക്ക്. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണോ വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.